ഹൃദയവീതിയിൽ ശ്രവ്യനാടകം. എന്ത് തിരക്കായത്! ഈ ടൗൺ എന്നും ഇങ്ങനെ തന്നെയാ. ഓ മൈ ഗോഡ്, ഇപ്പൊ തന്നെ 1 മണിക്കൂർ ലേറ്റായി. ആ റോട്ടറി ക്ലബിന്റെ സെക്രട്ടറി വിളിച്ച് പറയാമെന്ന് വെച്ചാ ഫോണിൽ ചാർജും തീർന്നു. ഓ, ഒരു നശിച്ച ബ്ലോക്ക്. എന്ത് ചെയ്യാനാ മാഡം, ഇതാ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ. ഞാൻ പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട്. ഗവർണർ ചീഫ് ഗസ്റ്റ് ആയുള്ള പ്രോഗ്രാമാ. എന്റെ പെർഫോമൻസ് തന്നെ വേണമെന്ന് അദ്ദേഹമാ നിർബന്ധിച്ചത്. കഷ്ടം, ഊനിൽ മേ കുരു എന്ന് പറഞ്ഞ പോലെയായി. ബ്ലോക്ക് കൂടാതെ ഇതാ റെഡ് സിഗ്നലും. ടാങ്കർ ലോറി സൈഡായി. ഡ്രൈവർ, ഇനി വേഗം വിട്ടോ, വേഗം വിട്ടോ. ഇവിടെ കുടുങ്ങാൻ സാധ്യതയുണ്ട് മാഡം. നമുക്ക് ഇടത്ത് തിരിഞ്ഞ് കട്ട് റോഡിലോട്ട് പോകാം. അല്ലെങ്കിൽ മാഡത്തിന് കൃത്യസമയത്ത് പ്രോഗ്രാമിന് എത്താൻ പറ്റില്ല. ട്രോളി പിടിക്കാൻ ട്രോളി പിടിക്കുക. ദൈവമേ നോക്കിയ. അയ്യോ എന്താ പറ്റിയേ? ഓ മൈ ഗോഡ്, ഇത് ഡാൻസർ സുകന്യാണല്ലോ. സിസ്റ്റർ, ഹറി അപ്പ്. ഹലോ മിസ്റ്റർ രമേശ്. അതെ, പറയൂ. ഞാനാ ഡോക്ടർ ശിവനന്ദ. എന്താ ഡോക്ടർ? വൈഫിന് ചെറിയൊരു ആക്സിഡന്റ്. ഡോക്ടർ, ഡോണ്ട് ബി അപ്സെറ്റ്. കൃത്യസമയത്തിന്റെ ഹോസ്പിറ്റലിൽ എത്തിയതുകൊണ്ട് പേടിക്കാനില്ല. ടെൻഷൻ വേണ്ട, പതുക്കെ വന്നാൽ മതി. ഹലോ, യെസ്, ഡോക്ടർ ശിവനന്ദയാണ്. പത്രോപീസിൽ നിന്നാണോ? കുറച്ച് ക്രിട്ടിക്കൽ ആണ്. ഇനിയും ബോധം തെളിഞ്ഞിട്ടില്ല. ബ്രെയിനിൽ ഇഞ്ചുറി ഉണ്ടോ എന്ന് സംശയമുണ്ട്. ഇപ്പോൾ കിട്ടിയ വാർത്ത. പ്രശസ്ത നർത്തകി സുകന്യ രമേശിന് കാർ ആക്സിഡന്റിൽ സാരമായ പരിക്ക്. ഗുരുതര നിലയിൽ അവരെ സിറ്റി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഗവർണർ ചീഫ് ഗസ്റ്റായ റോട്ടറി ക്ലബിന്റെ പ്രോഗ്രാമിൽ തന്റെ പുതിയ കോറിയോഗ്രാഫി അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സുകന്യ രമേശ്. ട്രാഫിക് ബ്ലോക്കിൽ നിന്ന് പുറത്തു കടക്കുകയായിരുന്ന സുകന്യയുടെ കാറിൽ അമിത വേഗതയാൽ നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി വന്നിടിക്കുകയായിരുന്നു. സിറ്റി ഹോസ്പിറ്റലിൽ നമ്മുടെ പ്രതിനിധി സുരേഷ് ഉണ്ട്. സുരേഷ്, കേൾക്കാമോ? കേൾക്കാം ഹൃദയ, പറയൂ. എന്താണ് സുകന്യക്ക് സംഭവിച്ചത്? സുകന്യയുടെ ആരോഗ്യനില ഇപ്പൊ എങ്ങനെയുണ്ട്? ഹൃദയ, ഐസിയുവിലാണ് ഇപ്പോൾ സുകന്യ കിടക്കുന്നത്. സുകന്യയുടെ ആരോഗ്യനിലയെ കുറിച്ച് ഡോക്ടർമാരൊന്നും പറഞ്ഞില്ല. ഏതാനും നിമിഷങ്ങൾക്കകം സുകന്യയുടെ സ്പെഷ്യൽ ബുള്ളറ്റിൻ, ആരോഗ്യനിലയെ കുറിച്ച് സ്പെഷ്യൽ ബുള്ളറ്റിൻ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം. മോളെ സുകന്യ, എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണം. എവിടെ എന്റെ മോൾ സുകന്യ? സുകന്യ ഐസിയുവിലാ, ഇപ്പൊ കാണാൻ പറ്റില്ല. അയ്യോ എന്റെ മോളെ. എന്താ ജാനകി ഇത്? നീ ബഹളം വെക്കാതിരിക്ക്. നമ്മുടെ മോൾക്കൊന്നും സംഭവിക്കില്ല. ഡോക്ടർ, മേഡത്തിന് പെയിൻ കൂടിയെന്ന് തോന്നുന്നു. വല്ലാതെ ഞരങ്ങുന്നുണ്ട്. ഓക്കെ സിസ്റ്റർ, ഞാൻ വരാം. സെഡേഷന്റെ ഡോസ് പോരെന്ന് തോന്നുന്നു. ഈശ്വര, എന്റെ മോക്കൊന്നും വരുത്തല്ലേ. പാവം എന്റെ മോള്. അവളുടെ ഡാൻസിന് ഏറ്റവും കൂടുതൽ ശപിച്ചത് ഞാനാ. എന്റെ മോള്
+2-ന് 95% മാർക്ക് വാങ്ങിച്ചിട്ട് ഡാൻസ് പഠിക്കാൻ പോകുന്നോ? മോളെ, കല തൽക്കാലത്തെ ഒരു ക്രൈസാ, ജീവിതം അതല്ലല്ലോ. അമ്മേ, എനിക്ക് ഡോക്ടർ ആവണ്ട, MBBS-ന് ചേരുകയും വേണ്ട. എല്ലാം കൂടി പഠിപ്പും മാർക്കുമാണ് എനിക്ക് ശാപായി തീർന്നത്. വേണ്ടെങ്കിൽ വേണ്ട, എന്നാ സിവിൽ സർവീസിന് ചേര്. പാട്ടും ഡാൻസും ചിന്തിച്ചു നടക്കുന്ന എന്റെ ഉള്ളിൽ ഒരു ഭരണാധികാരി ഇല്ലമ്മേ. ഞാൻ ഒരിക്കലും അതിന് സൂട്ട് ആവുകയില്ല. പിന്നെ വെറുമൊരു ആട്ടക്കാരിയെ ജീവിക്കാനാണോ നിന്റെ പുറപ്പാട്? ആട്ടക്കാരിയല്ല, നർത്തകി. സുകന്യേ, ലാസ്യ നടനത്തിന് അനായാസം വഴങ്ങുന്നു നിന്റെ മുഖഭാവങ്ങൾ. നൃത്തം അഭിനയ കല കൂടിയാണെന്ന് സുകന്യയിലൂടെ കലാലോകം കൂടുതലറിയും. അങ്ങ് പകരുന്നത് ആ അളവിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. വിനയം കലയ്ക്ക് ഉത്കൃഷ്ടമേകും കുട്ടി. അഹങ്കാരമാണ് കലയ്ക്ക് വിരുദ്ധം. എൻ്റെ ശിഷ്യഗണങ്ങളിൽ സുകന്യയോളം ഡെഡിക്കേഷൻ മറ്റൊരാളിലും ഞാൻ കണ്ടിട്ടില്ല. ഡോക്ടർ, ആ വരുന്നത് കലാമണ്ഡലം വരദരാജൻ, സുകന്യയുടെ ഗുരുവാണ്. നമസ്കാരം സാർ. സുകന്യ ക്രിട്ടിക്കൽ നില തരണം ചെയ്തു കഴിഞ്ഞു. ദൈവത്തിന് നന്ദി. സുകന്യയുടെ അച്ഛനും അമ്മയാണല്ലേ? നമ്മൾ ഇന്നേവരെ നേരിൽ കണ്ടിട്ടില്ല അല്ലേ? നിങ്ങളെ ചൊല്ലി അവൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി മാഷെ. അവളുടെ മനസ്സ് വായിക്കാൻ കഴിഞ്ഞില്ല. കല ഒരനുഗ്രഹമാണ്, എല്ലാവർക്കും അത് കിട്ടില്ല. ഞാൻ എവിടെയാ? ഹേ, ഒന്നുമില്ല മാഡം, ഒരു ചെറിയ ആക്സിഡന്റ്, പേടിക്കാനൊന്നുമില്ല. ഓ മൈ ഗുഡ്നസ്, കാൽമുട്ടിന് നല്ല ഇഞ്ചുറി ഉണ്ട്, സർജറി വേണ്ടി വരും. സിസ്റ്റർ, ഹറി അപ്പ്. എന്താ ഡോക്ടർ, ന്യൂസ് എല്ലാം കട്ടായിരിക്കുന്നു. വലതുകാൽ റിമൂവ് ചെയ്യേണ്ടി വരുമോ? എന്റെ കാല്, എന്റെ കാല്, എന്റെ കാല്. I will try my best, Suganya, but no alternatives. എന്റെ കാല്. Don't upset. Be bold. ഒരിക്കലും കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തരുത്. അമ്മേ, അച്ഛാ, എങ്ങനെയുണ്ട് എന്റെ സുകന്യക്ക്? ഞാനൊരു ബിസിനസ് ടൂറിലായിരുന്നു, അതാ ലേറ്റ് ആയത്. ആ രമേശ് എത്തിയോ? ഡോക്ടർ, എങ്ങനെയുണ്ട് എന്റെ സുകന്യക്ക്? രമേശ് വരൂ, ഞാൻ പറയുന്നത് സമാധാനമായിട്ടൊന്ന് കേൾക്കണം. എന്താ ഡോക്ടർ? ഐ ആം സോറി രമേശ്, ഞാൻ നിസ്സഹായായി. ഒന്നും ചെയ്യാൻ പറ്റിയില്ല, നെർവ്സ് മൊത്തം കട്ടായിരുന്നു. ഞാൻ പരമാവധി ട്രൈ ചെയ്തു, ബട്ട് എന്റെ സുകന്യ
സുകന്യയുടെ വലതുകാൽ. വലതുകാൽ? ഓ. കൺട്രോൾ യുവർ സെൽഫ് രമേശ്. കൂൾ ഡൗൺ. കൂൾ ഡൗൺ. കൺഗ്രാറ്റുലേഷൻ സുകന്യ, വളരെ ഗംഭീരമായിരുന്നു പെർഫോമൻസ്. കേട്ടോ രമേശ്, ഡാൻസിന്റെ ബ്യൂട്ടി അതൊന്ന് വേറെ തന്നെ. എന്തൊരു ചടുലത, ചുവടിലും മുദ്രകളിലും. രമേശ്, യു ആർ ലക്കി, റിയലി ലക്കി, ഇങ്ങനെയൊരു കലാകാരിയെ കിട്ടിയത്. എങ്ങനെയുണ്ട് എന്റെ പുതിയ കോമ്പസിഷൻ? വേണുകൂതുന്ന കൃഷ്ണനാണ് ശരി, ഗീത ഉപദേശിക്കുന്ന കൃഷ്ണനല്ല. ഞാൻ അതിലാ ഫോക്കസ് ചെയ്തത്. യു ആർ എ ബ്രില്യന്റ് ആർട്ടിസ്റ്റ്. കേട്ടോ ഡോക്ടർ നന്ദ, ഇവളുടെ ഡാൻസ് ഭാഷയൊന്നും എനിക്ക് മനസ്സിലാവില്ല. അത് കൊള്ളാം. ഡാൻസറെ പ്രണയിച്ച് കെട്ടിയ ആള് തന്നെ ഇത് പറയണം. ഇത്രയും ബിസിനസ് ഭ്രാന്ത് കൊണ്ട് നടക്കുന്ന ആളായിരുന്നു എന്ന് പ്രണയത്തിനിടയിൽ മനസ്സിലാക്കാൻ ഞാൻ മറന്നുപോയി ഡോക്ടർ. എന്റെ ജീവിതത്തിലേക്ക് ഭാഗ്യമായി എടുത്തു വെച്ച ഇവളുടെ വലത്തുകാലാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയത്. വർഷങ്ങൾ കഴിഞ്ഞൊരു കുഞ്ഞു പിറക്കാതിരുന്നപ്പോൾ ഡാൻസിന് വേണ്ടി അതിൽ അവൾ എന്നെ വഞ്ചിക്കുകയാണെന്ന് ഞാൻ സംശയിച്ചു. ഞാൻ എന്തൊരു മഹാഭാവിയാണ് ഡോക്ടർ. കൺട്രോൾ യുവർ സെൽഫ് രമേശ്. കൂൾ ഡൗൺ. കൂൾ ഡൗൺ. എന്നാലും ഞാൻ കണ്ണു തുറന്നൊന്ന് കാണുന്നത് വരെ അത് നിങ്ങൾക്കൊന്ന് സൂക്ഷിച്ചു വെക്കാമായിരുന്നു. ഞാൻ ആദ്യമായി നൂപുരം ചാർത്തിയത് ആ കാലിലാണ്. ഓരോ വേദിയെയും തൊട്ട് തലയിൽ വെച്ച് ഞാൻ ആദ്യമായി ചവിട്ടിക്കയറിയ എന്റെ വലങ്കാൽ കൃഷ്ണനായി രാധയായി, ശിവനായി പാർവതിയായി, കർണകിയായി സാവിത്രിയായി, മാനസമധുരയിലും കൈലാസത്തിലും ദേവലോകത്തും ഞാൻ വെച്ച ചുവടുകൾ, എന്റെ ചുവടുകൾ. എന്റെ ചുവടുകൾ. ആ സുകന്യ, പുറത്ത് അച്ഛനും അമ്മയും രമേശും സുകന്യ വരവേൽക്കാൻ കാത്തു നിൽപ്പുണ്ട്. ഈ മുഖത്ത് കണ്ണീര് കണ്ടാൽ അവർ തളർന്നു പോകും. ഇല്ല ഡോക്ടർ, ഇനിയും എനിക്ക് കരയാൻ കഴിയില്ല. ഹൃദയവേദിയിൽ ഇപ്പോഴും തുടരുന്നുണ്ട് കുഞ്ഞുനാളിലെ ഞാൻ ചുവടുവെച്ച ഓരോ നൃത്തത്തിന്റെയും നൂപുരധ്വനികൾ. നിന്റെ ചിലങ്ക കിലുങ്ങിയാലേ ഇനി ആ വീടുണരൂ സുകന്യേ. ഇപ്പൊ തന്നെ 12 കുട്ടികൾ പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സുകന്യെ. ഒറ്റക്കാലിലും സുകന്യ ചുവടും മുദ്രയും പതിപ്പിക്കുമെന്ന് ഈ നാടിനറിയാം. ഒറ്റക്കാൽ ചിലങ്കിയുമായി ഒരു നൃത്തം അതെങ്ങനെ സാധ്യമാവും രമേശ്? അതൊക്കെ ശരിയാവും. നീ സമാധാനമായിരിക്കും സുകന്യ. മോള് വിഷമിക്കരുത്. വീട്ടിൽ തന്നെ ഡാൻസ് ക്ലാസ് ആരംഭിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം അച്ഛനും രമേശും കൂടി ചെയ്തു കഴിഞ്ഞു. കൈകൊണ്ടെങ്കിലും എനിക്കത് കിലുക്കിയേ മതിയാവൂ അച്ഛാ. വർഷങ്ങളുടെ സാധനയാണത്, ഈ ഗുരു തന്ന മഹാപുണ്യം. എന്റെ ബിസിനസ് തിരക്കുകൾക്കിടയിൽ നിന്റെ വേദികൾക്ക് മുന്നിൽ പ്രേക്ഷകനായി എത്തിച്ചേരാൻ എനിക്ക് നേരമുണ്ടായില്ല. എന്നാൽ ഇനി അതെന്നും അരങ്ങേറുക എന്റെ ഹൃദയവേദിയിലാണ്.
കഴിഞ്ഞില്ലേ നിന്റെ പ്രാക്ടീസ്? നേരം വെളുത്തപ്പോൾ തുടങ്ങിയതല്ലേ? എടി പ്രോഗ്രാമിംഗ് അടുത്തു. ഇന്റർനാഷണൽ മോഹിനിയാട്ടം കോമ്പറ്റീഷനാ. നിന്റെ തുക്കട ഹൗസ് സർജനല്ല. എന്റെ കാൽ നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ സ്റ്റേജ് പ്രോഗ്രാമാണിത്. നിന്നെ സമ്മതിക്കണം. ഏത് നേരവും ചുവട് സാധകവും മുദ്രാഭ്യാസവും. ഇങ്ങനെ സർവ്വം മറന്ന് ഊണും ഉറക്കമില്ലാതെ നൃത്തവും ധ്യാനിച്ച് ജീവിക്കുന്ന നിന്നെ പോലൊരു ജീവി ഈ സൗരഭ്യത്തിൽ വേറെ കാണില്ല. കല ആത്മത്യാഗമെന്ന ഗുരു പഠിപ്പിച്ചതും കാണിച്ചു തന്നതും. ദേവി, ഞാനില്ലെങ്കിലും നൃത്തം എന്ന കല ഈ ലോകത്തുണ്ടാവും. എന്നാൽ നൃത്തം എന്ന കലയില്ലെങ്കിൽ ഈ ഭൂമിയിൽ സുകന്യ എന്ന പ്രാണി ശ്വാസം മുട്ടി മരിച്ചു പോകും. ഓൾ ദി ബെസ്റ്റ് സുകന്യ. എല്ലാവരും നിന്റെ കൂടെ ഉണ്ടാവും. ഹൃദയവേദിയിൽ ശ്രവ്യനാടകം. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: സുകന്യ കവിത ജയൻ, ഗുരു അജിത് നമ്പ്യാർ, അമ്മ മിനി, അച്ഛൻ സുരേഷ്, ഡോക്ടർ ശിവനന്ദ, രമേശ്, രവീന്ദ്രൻ, ഡ്രൈവർ വിജയ് സായി, ദേവി പ്രമിത, നഴ്സും TV അവതാരകയും ഹൃദ്യ. സാങ്കേതിക സഹായം മനോഹർ, ബിജു, രമ്യ. നിർമ്മാണവും അവതരണവും കലാഗ്രഹം വാട്സ്ആപ്പ് കൂട്ടായ്മ. റെക്കോർഡിംഗ്, മിക്സിംഗ് ആൻഡ് എഡിറ്റിംഗ് ഗംഗാദാസ് ജനനി സ്റ്റുഡിയോ, കണ്ണൂർ. നാടക രചന പ്രകാശൻ കരിവള്ളൂർ. നാടക സംവിധാനം രാജേന്ദ്രൻ തായാട്ട്. ഹൃദയവേദിയിൽ